ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടമുണ്ടാക്കുമെന്ന പഠന റിപ്പോർട്ട് അവഗണിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. 8 മാസം മുൻപ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2024 ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടിൽ ദുരന്തമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അടിയന്തര മുൻകരുതൽ നടപടികൾ എടുക്കണമെന്നും ശുപാർശ ചെയ്യുന്നു. 2024 സെപ്റ്റംബർ 25, 26 തീയതികളിലാണ് സംഘം സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാസർഗോഡ് ജില്ലയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിച്ചായിരുന്നു സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച പഠന സംഘത്തിൻ്റെതാണ് റിപ്പോർട്ട്. TV പ്രസാദാണ് ഈ റിപ്പോർട്ടിന്റെ സമഗ്ര വിവരങ്ങളുമായുള്ളത്. പ്രസാദ്, ഇപ്പോൾ ആദ്യം അപകടമുണ്ടായ സ്ഥലത്ത് അവിടെ സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടാണ്, 2024 നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്മേൽ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിൽ വ്യാപകമായി വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. സ്മൃതി, ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ്. അതായത് 2024 പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ വ്യാപകമായി ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ അരികിലുള്ള വലിയ കുന്നുകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഒരു വിദഗ്ധ സംഘത്തിന് രൂപം നൽകുകയും അങ്ങനെ 3 അംഗ സംഘം ചെറുവത്തൂര്, മട്ടലായി തുടങ്ങിയ കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് അങ്ങനെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് 2024 ഒക്ടോബർ മാസം തന്നെ ആ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ പഠന സംഘം പറയുന്നുമുണ്ട് ആ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഈ കുന്ന് വെട്ടിയത്, അതായത് ഈ റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുന്ന് ഇടിച്ചെടുത്തത് നേരെ ലംബമായിട്ടാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. അതുകൊണ്ട് തന്നെ അത് ഇടിയാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ കുന്ന് ഇടിച്ചതുകൊണ്ട് തന്നെ കുന്നിലുള്ള സ്വാഭാവികമായ നീരൊഴുക്ക്, ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തടസ്സപ്പെടുമ്പോൾ ആ വെള്ളം ഡ്രൈനേജ് വഴിയോ അതല്ലെങ്കിൽ ഓടകൾ വഴിയോ കൃത്യമായി പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതൊന്നുമില്ലാതെയാണ് കരാറുകാർ ഈ ജോലി എത്രയും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ചെയ്തു തീർന്നില്ല. ഇങ്ങനെ കുത്തനെ ഈ വലിയ കുന്നുകൾ വെട്ടുന്ന ഒരു സമീപനം ഉണ്ടായിക്കൂടാ. പകരം അത് തട്ടായിട്ട് വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ മണ്ണിടിച്ചൽ ഇല്ലാതെ തന്നെ നിൽക്കാൻ കഴിയൂ. മാത്രമല്ല, ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലേക്ക് ആവശ്യമായ വീതി കൊടുക്കണമെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. 8 മാസമായി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് സ്വാഭാവികമായി ഇത് NHAയുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സ്മൃതി നേരത്തെ ചോദിച്ചത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതായത് ഈ റിപ്പോർട്ടിൽ കൃത്യമായ നടപടി എടുത്തിരുന്നു എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ കുപ്പത്തുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. കുപ്പത്ത് ഈ പറയുന്ന മണ്ണിടിഞ്ഞ് ആളുകളുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ ചെളി കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. 2 ദിവസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ മട്ടലായിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആ മണ്ണിനടിയിൽ വീണ് മരിച്ചത്. അങ്ങനെ അറിയുന്നതും അറിയാത്തതുമായ നിരവധി അപകടങ്ങളാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത്. സ്മൃതി, ഇത് മാത്രമല്ല, ഈ പ്രശ്നത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായി കുരിയോടുണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഉൾപ്പെടെ NHA കടക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇത് ലാഘവത്തോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് സംസ്ഥാനത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം കാരണം. ശരി, 8 മാസം മുൻപ് നൽകിയ റിപ്പോർട്ടാണ്. അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.